സമസ്ത സമ്മേളന കാഴ്ചകളുമായി സുപ്രഭാതം കാരവൻ യാത്ര കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിൽ എത്തി നിൽക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ഈ കപ്പൽ നമ്മുടെ സിംബോളിക്കായിട്ടുള്ള ഒരു സംഭവം പായ്ക്കപ്പലാണ്. ആ നൗക്കയിൽ കയറിയാണ് സമസ്തയുടെ മക്കൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ അസ്അദിയ അറബിക് കോളേജിൻ്റെ വിദ്യാർത്ഥികൾ അവരുടെ ഫെസ്റ്റായിരുന്നു ഞാനിന്ന് ഇവിടെ എത്തുന്ന സമയം. പക്ഷേ ഫെസ്റ്റ് കഴിഞ്ഞ സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. അങ്ങനെ ഇവരിവിടെ ഫെസ്റ്റിനോടനുബന്ധിച്ചുകൊണ്ട് അവരുടെ ഫെസ്റ്റിൻ്റെ പേര് തന്നെ അവർ നൽകിയിരിക്കുന്നത് നൗക്ക എന്നാണ്. തൊട്ട് പിറകിൽ ഒരു വളരെ മനോഹരമായ ഒരു കപ്പൽ, ഒരു നൗക്ക. പണ്ട് പായ്ക്കപ്പലുകളായിരുന്നു നമ്മുടെ ഒരു സങ്കല്പത്തിലൊക്കെയുള്ള കപ്പലുകളെ കുറിച്ച് നമ്മൾ അന്നത്തെ കപ്പൽ കേട്ടിട്ടുണ്ട്. പായ്ക്കപ്പലുകളായിരിക്കും. അതിൻ്റെ തടി കൊണ്ട് നിർമ്മിക്കുന്ന ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അതേ മാതൃകയിൽ ഇവരിവിടെ വളരെ മനോഹരമായ ഒരു നൗക്ക ഇവിടെ നിർമ്മിച്ച് ഇരിക്കുകയാണ്. ഇവരൊക്കെ ഫെസ്റ്റെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വിജയത്തിൻ്റെ ആഹ്ലാദമൊക്കെ ആഘോഷിച്ചതിന് ശേഷമുള്ള ഒരു സന്ദർഭത്തിലാണ്. നമ്മുടെ അബ്ദുൽ ബാക്കി ഉസ്താദ് നമ്മുടെ കൂടെ ഈ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് സെക്രട്ടറിയാണ്. ഉസ്താദ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നൗക്ക ഫെസ്റ്റ്? എങ്ങനെയുണ്ടായിരുന്നു ഫെസ്റ്റ്? വർഷത്തിൽ നടക്കുന്ന ഫെസ്റ്റാണ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ഫെസ്റ്റാണ്. അപ്പോൾ ഈ വർഷത്തെ ഫെസ്റ്റ് കുട്ടികൾ തീരുമാനിച്ച ഉടനെ തന്നെ സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയത്തിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലി വരികയാണ്. അവരെന്നെ കൂടി അവരെന്നെ ഈ ആശയം വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നൗക ഇവിടെ കുട്ടികൾ കഠിനാധ്വാനം ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കിയൊരു സംവിധാനമാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൻ്റെ ഒരു സിമ്പൽ അവർ മനോഹരമായി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. തീർച്ചയായും കുട്ടികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം അത് അവർ പ്രകടിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ക്യാമ്പസ് സമസ്തയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എത്ര കുട്ടികളൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ ക്യാമ്പസ് നടന്നു പോകുന്നത്? എന്തൊക്കെയാണ് ഈ ക്യാമ്പസിലെ സിലബസുകളും കാര്യങ്ങളൊക്കെ എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് ഈ ജാമിയ അസ്അദിയ എന്ന് പറയുന്ന സ്ഥാപനം. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചവർ എൻ്റെ ബാപ്പയും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന PKP ഉസ്താദാണ്. അതിനുശേഷം ഇന്നിപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ കോഴിക്കോട് ഉമർ ഉസ്താദാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ. 3 സ്ഥാപനങ്ങളിലായി ഏകദേശം 300ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നു. SSLC കഴിഞ്ഞ കുട്ടികളെ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്ത് 8 വർഷത്തെ കോഴ്സ് അവർ കൊടുക്കുകയാണ്. അവർ അസ്അദി ബിരുദത്തോടു കൂടി പുറത്തിറങ്ങുന്നു. രണ്ടാമതായി റെഗുലറായി സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളെ അവർ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. അവർ പഠിക്കുന്ന ഒരു ജൂനിയർ അക്കാദമി, അതേപോലെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, അങ്ങനെ 3 സ്ഥാപനങ്ങൾ സമസ്തയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഇവിടെ നടന്നു വരുന്നു. ഇത് ആരാണ് ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ്? ആരാണ് ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം? അല്ലെങ്കിൽ ആരാണ് ശരിക്കും? നമ്മൾ ടീം വർക്കാണ്, എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. യൂണിയനാണോ നിങ്ങൾ? ഇവിടെ യൂണിയൻ, വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ്റെ തീരുമാനമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ സാധാരണ ഇതിലൊരു ക്യാമ്പസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് വർക്ക് എടുക്കുന്നൊരു ഒരാളുണ്ടാവും, സ്റ്റുഡൻ്റ് ആയിരിക്കും, അവന് സ്ഥിരം പരിപാടി ഇലക്ട്രിക് വർക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വിക്രീസുകളൊക്കെ ഉള്ള ആളുകളുണ്ടാവും, ചില പ്രത്യേക കഴിവുകളുള്ള. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് എസ്പെഷ്യലി പറയാൻ പറ്റും? യൂണിയൻ്റെ തീരുമാനങ്ങൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ചെയ്തത്. എത്ര ദിവസം എടുത്തു ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ? മൊത്തത്തിലുള്ള പരിപാടി ആയതിനെക്കൂട്ട് നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് ചെയ്തത്. 2 ദിവസം എടുത്തു ചെയ്തു. നമുക്ക് 2 ദിവസം മാത്രമാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു മുളയും സംഘാടനമൊക്കെ നിങ്ങൾ തന്നെ പോയിട്ട് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഉസ്താദുമാരൊക്കെ അതിന് പെട്ടെന്ന് ഇതാകുന്ന സമയത്ത് നിങ്ങളത് ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് പെർമിഷനൊക്കെ കിട്ടും. സാധാരണ ഇതിൽ അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല ക്യാമ്പസിലാകുമ്പോൾ. ഇല്ല, ഫുൾ സപ്പോർട്ടാണ്. ഇതിനകത്ത് കയറി നിൽക്കാനൊക്കെ പറ്റുവാണ്? പറ്റും. കയറി നിൽക്കാം. അപ്പോൾ അതിനകത്ത് എന്താണ് അതിന് സംവിധാനിച്ചത്? മണ്ണാണോ? മണ്ണല്ല, നമ്മളതിന് ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുള കൊണ്ട് തന്നെ പാകുകയാണ് ചെയ്തത്. അങ്ങനൊരു രീതിയാണ്. അത് ശരി. അപ്പോൾ ഈ ഒരു പായ്ക്കപ്പൽ എന്ന ഒരു കോൺസെപ്റ്റ് വേറെ എന്തെങ്കിലും, അപ്പോൾ ChatGPT വെച്ച് റെഫർ ചെയ്യാം, ഇനി അങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ച് ആനിമേഷൻ വെച്ചൊക്കെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് സഹായങ്ങളൊക്കെ ഉണ്ടായോ? ഇല്ല, നമ്മളൊരു സാധാ രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് മുള വെച്ചോ അല്ലെങ്കിൽ കവുങ്ങ് വെച്ചാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മുള കിട്ടിയപ്പോൾ നമുക്ക് സൗകര്യമായി. ഫെസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ ബാക്കി ഉസ്താദ് പറഞ്ഞ പോലെ എല്ലാ വർഷവും നടന്നു വരുന്ന ഫെസ്റ്റ് എന്ന് പറയുന്നത്, ഈ വർഷം നമ്മുടെ ഓരോ ഫെസ്റ്റിനും ഓരോ പേര് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഫലസ്തീൻ്റെ കഫിയ എന്ന പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇങ്ങനെ പേരിടുന്ന സമയത്ത്, ചർച്ച ചെയ്യുന്ന സമയത്ത്
നമ്മുടെ സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടിടണമെന്ന് വന്നപ്പോഴാണ് നൗക എന്ന പേര് നമുക്ക് നൽകുന്നത്. അതിലെ പല വിഷയങ്ങളും നമ്മുടെ സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പഴയകാല ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരുന്നു നൽകിയിട്ടുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികൾ കൊടുത്ത ഒരുപാട് ഡോക്യുമെൻ്ററികളും അതൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട് പഴയകാല ചരിത്രങ്ങൾ നമ്മുടെ ഉള്ളവർക്ക് കൂടി അറിയിക്കണം, അവർക്കും കൂടി അറിയണം എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മുടെ ഫെസ്റ്റ് നടത്തിയിരുന്നത്. അങ്ങനെ 4 ടീം അങ്ങനെയൊക്കെ പരസ്പരം മത്സരം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഏത് ടീമാണ് വിജയിച്ച്? ഫോർട്ടില എന്ന് പറഞ്ഞ കാഫില ഫോർട്ടില എന്ന് പറഞ്ഞ 2 ടീമാണ് ഉണ്ടായിരുന്നത്. സ്റ്റുഡൻ്റ് ആണോ? ആ സ്റ്റുഡൻ്റാണ്. വിജയിച്ച ടീമാണോ? അല്ല. എത്രാം സ്ഥാനം കിട്ടി? 2ാം സ്ഥാനം. 2ാം സ്ഥാനം കിട്ടി. ഓക്കെ. ജയിച്ച ടീമിൻ്റെ എന്താ പേരെന്താ? മുഹമ്മദ് റിദ്വാൻ. ലീഡറാണ്, ടീമിൻ്റെ ലീഡറാണ്. അപ്പോൾ എത്ര ദിവസം നിങ്ങളുടെ എത്ര ഐറ്റം മത്സരങ്ങളുണ്ടായിരുന്നു? ഏകദേശം ഓഫ് സ്റ്റേജും സ്റ്റേജ് ഐറ്റായിട്ട് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ സ്പോർട്സ് ഫെസ്റ്റായിട്ട് വേറെ ഉണ്ടായിരുന്നു. ഒരു വാശിയൊക്കെ കൊണ്ടുപോകും നമ്മുടെ മത്സരത്തിലൊരു ബഹളമയമായിട്ടുള്ള? അപ്പോൾ ഭയങ്കര വാശിയാണ്. അതായത് ഈ ഫെസ്റ്റ് കഴിയുന്നവരെ ഏകദേശം കുട്ടികളൊന്നും നാട്ടിലേക്ക് തന്നെ പോകില്ല. ഞാൻ ആലോചിക്കുകയാണ്, ഈ വാശിയൊക്കെ കാണിക്കാൻ ഒരു ആവേശമില്ലല്ലോ ആ സംസാരത്തിൽ. ഫസ്റ്റ് കിട്ടിയ ടീമാണ് ഒരു സംയമനത്തിലൂടെയൊക്കെ വിജയിപ്പിച്ചെടുക്കുകയാണ്. അതെന്താ ഉപ്പ് സത്യാഗ്രഹമാണോ? അതല്ല, ഞാൻ മാത്രമല്ല, പിന്നെ അൻസബ് എന്ന് പറയുന്ന സെക്കൻഡ് ലീഡർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആളെ വെച്ചിട്ട് പണിയെടുപ്പിച്ചു? അങ്ങനെയല്ല, അതേപോലെ മാനേജർ പറഞ്ഞ് സുറൂർ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ആളും കൂടിയിട്ടുള്ള ടീം വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള ബാക്കി ടീം മെമ്പേഴ്സും ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇവരുടെ പണി ഇപ്പോഴും തകൃതിയായിട്ട് തൊട്ടുപിറകിൽ തന്നെ നമുക്ക് ക്യാമറ ഒന്ന് കാണിച്ചാൽ അതിൻ്റെ കപ്പൽ സമസ്തയുടെ സെൻറ്റിനറി സിംബോളിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ പുതിയ മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെരീഫ് ഉസ്താദിനെ കൂടി ഇവിടെ കാണുകയുണ്ടായി. ഈ സ്ഥാപനത്തെ നയിക്കുന്നതിൽ ഏറെ പ്രധാനിയാണ് ഉസ്താദ് അവർകൾ. ഉസ്താദെ, ഞങ്ങളിങ്ങനെ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യായിരുന്നു, സമസ്ത എന്ന കപ്പലിൽ കയറി നിൽക്കാനാണ് നമുക്ക് ഭാഗ്യം ഉണ്ടാവേണ്ടത് എന്നൊക്കെ. എങ്ങനെയാണ് ഉസ്താദെ? അൽഹംദുലില്ലാ, കപ്പൽ പറയാനില്ല, കപ്പൽ യാത്ര ചെയ്തിട്ടാണല്ലോ എന്താക്കിയിട്ടുള്ളത്. ആൾക്കാർ മുമ്പത്തെ ഇവിടെ ഇസ്ലാം പ്രചരണത്തൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സമസ്തയാകുന്ന കപ്പൽ അതിൽ കയറിയിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ അതിൻ്റെ ഒരു സന്ദേശമാണ് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എന്താക്കിയുള്ളത്. ഈ ഒരു പരിപാടിയിൽ കൂടി ഇവിടെ സന്ദേശം നൽകുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ സംസ്ഥാന ജമിയത്തുൽ സംബന്ധിച്ചോളം നമുക്ക് പറയാനില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് കാണിച്ചു തരുന്ന പ്രസ്ഥാനമാണ്. ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ പുതിയ തലമുറക്ക് അൽഹംദുലില്ലാ നമ്മുടെ ജാമിഅ അസ്സദിയ ഇസ്ലാമിനെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് സമസ്തയും അതോട് ബന്ധപ്പെട്ട സന്ദേശവും ഈ തലമുറക്ക് നൽകി ഭാവിയിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട അസ്സദി പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഖ്ലിസീങ്ങളായ ഹാദിമീങ്ങളായിട്ട് പ്രവർത്തിക്കാനുള്ള സന്ദേശം, അതിൻ്റെ പ്രചോദനമാണ് നമുക്ക് എന്താക്കിയുള്ളത്. ഇപ്പോൾ സമ്മേളനത്തോട് ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ളൊരു സംവിധാനിച്ചൂടെ ഈ സാഹചര്യത്തിൽ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ആ രീതിയിലുള്ള ചിന്താഗതി വന്നത് അൽഹംദുലില്ലാ വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്നതും ഈ തലമുറ ബഹുമാനപ്പെട്ട സമസ്തയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, സന്തോഷം, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമാകുമ്പോൾ അത് സമസ്തയുടെ പ്രൊജക്റ്റാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ അവരിതിൻ്റെ പിന്നിൽ ഉറച്ചു വെക്കുന്നു എന്നുള്ള സന്തോഷം അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാക്കി ഉസ്താദ് ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ PK ഉസ്താദാണെല്ലാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഈ ഒരു ഈ സംവിധാനം മതഭൗതിക സമന്വയം ചിന്തിക്കുന്നതിന് എത്രയോ വർഷം, ഇപ്പോഴത്തെ സാഹചര്യത്തിന് മുമ്പ് 10-40 വർഷങ്ങൾക്ക് മുമ്പാണ് ശൈഖുനാ PK ഉസ്താദ് ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ചിന്താഗതി മനസ്സിൽ വന്നിട്ട് വഴികാട്ടിയത്. അതേ പിന്തുടർന്നാണ് ബാക്കിയുള്ള സ്ഥാപനമൊക്കെ വന്നിട്ടുള്ളത്. ആ രീതിയിൽ ശൈഖുന ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പണ്ഡിത വ്യൂഹത്തെ വാർത്തെടുക്കാൻ നമ്മുടെ ജാമിഅ അസ്സദിയ ഇസ്ലാമിക്ക് സാധിക്കുമെന്നും അവരെ സമസ്തയുടെ പിന്നിൽ അടിയുറപ്പിച്ചെടുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതും ഈ വർത്തമാനകാല സാഹചര്യത്തിൽ അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാ ഇവിടെ പറഞ്ഞ പോലെ ശൈഖുനയുടെ പൊരുത്തത്തിലും തർബിയത്തിലും വളർന്നൊരു വ്യക്തി എന്ന രീതിയിലും അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ പാത പിൻപറ്റിക്കൊണ്ട് തന്നെ അൽഹംദുലില്ലാ ശൈഖുനയുടെ പൊരുത്തമൊക്കെയാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ആ ഉസ്താദിൻ്റെ പൊരുത്തവും തർബിയത്തൊക്കെയാണ് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി പൂർണ്ണമായിട്ട് കാരണമായിട്ടുള്ളതെന്നുള്ളതും സംതൃപ്തി നൽകുന്ന കാര്യമാണ്. എന്നും ശൈഖുനയുടെ സ്മരണകൾ ഉയർന്നു നിൽക്കുന്ന ഈ സമ്മേളന ഘട്ടത്തിലും ശൈഖുന നൽകിയ സന്ദേശമാണ് നമുക്ക് പ്രചോദനം. ശൈഖുനയുടെ ആ വഴിയാണ് നമ്മുടെ പ്രചോദനമെന്ന്
അഭിമാനത്തോടെ എന്താണ് പറയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അതെ, ഈ സമസ്ത എന്ന കപ്പലിലാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത്. ഒരു സമൂഹത്തോടൊരു മെസ്സേജ് കൂടിയാണിത്. സമസ്ത എന്ന കപ്പലിൽ കയറുന്നവർക്ക് രക്ഷയുണ്ട്. തീർച്ചയായും. പിന്നെ നമ്മൾ ഇന്നലെ തഹിയ ഫണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോയി. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസ്യതയുടെ ഒരു സിമ്പലാണ്. കാരണം സാമ്പത്തികം വലിയൊരു സംവിധാനമാണ്. അപ്പോൾ അത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ 1 കോടി 2 കോടി കൊടുത്തതല്ല, മറിച്ച് 500 രൂപ മുതൽ അവസാനം 99 രൂപയുടെ ചലഞ്ച് വരെ. അപ്പോൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ പൈതൃകം. ശരിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംഘടനാ പാരമ്പര്യത്തിനാണ് 100 വർഷം. ശരിക്കും സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ദഅവത്തിൻ്റെ പ്രായമാണ്. അപ്പോൾ ആ രീതിയിൽ ഈ കപ്പലിൽ കയറിയവർ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. അത് ഒരുപാട് തെളിവുകളും ഒരുപാട് സംഗതികൾ നമുക്കറിയാൻ പറ്റും. ആ രീതിയിലാണ് സമൂഹം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. തീർച്ചയായും ഈ വിശ്വാസിയെ തകർക്കാനോ ഈ വിശ്വാസിയെ തളർത്താനോ കഴിയില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രമാണ് എന്നത് ഉറപ്പാണ്. നമുക്ക് ഉസ്താദ് പറഞ്ഞതിൻ്റെ ബാക്കി പുതുതലമുറയിലെ കുട്ടികളിൽ നിന്നുകൂടി അറിയേണ്ടതുണ്ട്. ഈ സമസ്ത എന്ന നൗക്കയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 100% അതങ്ങനെ തന്നെയാണ്. നമുക്ക് മഹാന്മാർ കാണിച്ചു തന്ന ഒരു വഴി, അവരുടെ മരണാനന്തര ആ മരണസമയത്തൊക്കെ നമുക്ക് ഓരോരുത്തരും മരിച്ച ആ ഒരു സമയം നമുക്ക് ഏറെ ശ്രദ്ധേയമാണ്. അത് എന്നും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. എന്താ അഭിപ്രായം എന്താണ്? അതേപോലെ തന്നെയാണ് എല്ലാവരുടെയും പാതിയും എല്ലാം കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും മനോഹരവും അതിലുപരി ഒന്നും പറയാനില്ല. എന്തായാലും വിജയത്തിലേക്കുള്ളൊരു വഴിയായിട്ട് ഇതിനെ കാണാൻ കഴിയും. ഈ കപ്പലിൽ കയറുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ഈ കപ്പലിൽ കയറി നിൽക്കുമ്പോൾ സമൂഹത്തോട് പറയാനുള്ളത്. ഈ കപ്പലിൽ കയറാൻ ഭാഗ്യമില്ലാത്ത ആളുകളെ നിർഭാഗ്യവാന്മാർ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കപ്പൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പായ് കപ്പൽ ആടുകയും ഉലയുകയുമില്ല, അത് ദിശ നിർണ്ണയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സമസ്തയാണ് വഴിയെങ്കിൽ, സുന്നത്ത് ജമാഅത്താണ് വഴിയെങ്കിൽ, അത് ഏത് കാറ്റിലും കോളിലും ആടാതെ ഉലയാതെ ഈ കപ്പൽ മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് സമസ്ത എന്ന മഹാപ്രസ്ഥാനം ഇന്നും കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആവേശത്തോടൊപ്പം, ആ സത്യസന്ധതയോടൊപ്പം, ആ ആവേശത്തോടൊപ്പം, ആ സത്യസന്ധതയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം, നമുക്ക് ഏറ്റുപിടിക്കാം, നമുക്ക് കുനിയയിൽ കാണാം.